നമസ്കാരം, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന്, നല്ലൊരു രാവിലെയാവട്ടെ എന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക്. എന്തായാലും നീതിക്കായുള്ള ഒരു യുവതിയുടെ 3215 ദിവസത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. നമുക്കറിയാം, നടിയാക്രമിച്ച കേസിൽ കേരളം കാത്തിരിക്കുന്ന ആ നിർണായക വിധി ഇന്ന് 11 മണിക്ക് വരാൻ പോകുന്നു. നടൻ ദിലീപ് അടക്കം കേസിൽ 10 പ്രതികളാണുള്ളത്. ഗൂഢാലോചന തെളിയുമോ, ദിലീപ് കുറ്റക്കാരനാവുമോ, കാത്തിരിക്കുകയാണ് ഈ രാജ്യം മുഴുവൻ ആ ചോദ്യത്തിനായി, അതിനുള്ള ഉത്തരത്തിനായി. എന്തായാലും വിചാരണയ്ക്കിടെ നമുക്കറിയാം, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 90ഓളം ഹർജികളാണ് ദിലീപ് സുപ്രീം കോടതിയിൽ വരെ ഫയൽ ചെയ്തത്. നടിയടക്കം കോടതി കയറി ഇറങ്ങിയതിന് കയ്യും കണക്കുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. എന്തായാലും നീതി അത് പുലരുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ട യുവതി, ഇന്ന് താങ്കളുടെ ദിവസമാണ്, ഓരോ അതിജീവിതങ്ങളുടെയും ദിവസമാണ്, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികളുടെയും ദിവസമാണ്. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു രാവിലെയിലേക്ക്. ഗുഡ് മോർണിംഗ്. കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി ഇന്ന്. ദിലീപ് പ്രതിയായ നടി ആക്രമിച്ച കേസിൽ ഇന്ന് വിധി ദിനം. കേസിൽ 10 പ്രതികൾ കോടതിയിൽ നേരിട്ടെത്തും. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിജീവിത. ഹാജരാക്കിയ സാഹചര്യ തെളിവുകളിൽ പ്രതീക്ഷ അർപ്പിച്ച പ്രോസിക്യൂഷൻ. അവൾക്കൊപ്പമെന്ന് WCC. നീതിക്കായി കാത്തിരുന്നത് 3215 ദിവസം എന്നും വനിതാ സംഘടന. ഒളിവിൽ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രണ്ടാമത്തെ ലൈംഗികാരോപണ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. പെൺകുട്ടിയുടെ മൊഴി ലഭിക്കാത്തത് പ്രോസിക്യൂഷന് വെല്ലുവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. കലാശക്കൊട്ടിൽ പലയിടത്തും സംഘർഷം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ SIT വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലും വാദം. N വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. വിമാന സർവീസുകളിലെ പ്രതിസന്ധിക്ക് പരിഹാരം വൈകുന്നു. പ്രതിദിന സർവീസുകൾ അസാധാരണ നിലയിലാക്കാൻ തീവ്രശ്രമം. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് പണം തിരികെ നൽകി ഇൻഡിഗോ. ആ ദിനം ഇന്ന്. ഓളിളക്കം സൃഷ്ടിച്ച നടി ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായക വിധി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചലച്ചിത്ര താരം ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിലുള്ളത്. പ്രതികൾക്കെതിരെ പീഡന ശ്രമം, തട്ടിക്കൊണ്ടുപോവൽ, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ചുമത്തിയാണ് കേസെടുത്തത്. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പൾസർ സുനി എന്ന സുനിൽ NS ആണ് കേസിലെ 1-ാം പ്രതി. മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. P ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപാണ് കേസിലെ 8-ാം പ്രതി. സനിൽകുമാർ, G ശരത് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റു 2 പേർ. അതേസമയം അവൾക്കൊപ്പമെന്ന ഹാഷ്ടാഗുമായി WCCയും രംഗത്തെത്തി. നീതിക്കായി കാത്തിരുന്നത് 3215 ദിവസമെന്ന് പോസ്റ്റ്. നവമി ദിനേശും ഒപ്പം ആജ്ഞ രവീന്ദ്രനും കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ദിവസമാണെന്ന് ഉറപ്പിച്ചു പറയാം. നമ്മളെല്ലാവരും അവൾക്കൊപ്പമാണ്. അവൾക്ക് നീതി ലഭിക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളം. 11 മണിക്ക് ആ വിധി വരും. ഏറ്റവും പ്രധാനമായി 3215 ദിവസം കാത്തിരുന്ന ആ വിധി, അല്ലേ?
ഭവ്യ തീർച്ചയായിട്ടും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിയ അവരുടെ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിനുള്ള വിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കേരളമെമ്പാടുമുള്ള മലയാളികൾ അങ്ങേയറ്റം സൗഹൃദത്തോടെ അങ്ങേയറ്റം ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വിധി കൂടിയാണ് ഇത്. പലവിധ മാനങ്ങൾ കടന്നുപോയിട്ടുള്ള പലവിധ പ്രതിസന്ധികൾ കടന്നുപോയിട്ടുള്ള ഒരു കേസ് കൂടിയാണ് ഈ ഹർജികൾ പരിഗണിക്കുമ്പോഴും വിചാരണ ഘട്ടത്തിലുമൊക്കെ നിരവധി തവണ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയാണ്. എന്തായാലും കഴിഞ്ഞ 7 വർഷവും 8 മാസവും നീളുന്ന വിചാരണയ്ക്കൊടുവിലാണ് ഇന്ന് വിധി പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസാണ് ഈ വിധി പ്രഖ്യാപനം നടത്തുന്നത്. നമുക്കറിയാം വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഹർജികൾ ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ള അങ്ങേയറ്റം രൂക്ഷമായ രീതിയിൽ ചർച്ചയായിട്ടുള്ള അങ്ങേയറ്റം വ്യത്യസ്തമായുള്ള സമാനതകളില്ലാത്ത ഒരു കേസെന്ന് കൂടി ഇതിനെ പറയേണ്ടി വരും. കാരണം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടുകേഴ്വിയുള്ളതായിരുന്നു. കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത, അത് മലയാള സിനിമാ രംഗത്തെ പ്രമുഖനായിരുന്ന ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ഒരു നടൻ കൂടി കേസിൽ പ്രതിയാകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരുന്ന വലിയ ഒരു കേസ് തന്നെയായിരുന്നു. ഇതിന് കേരളത്തിലെ സ്ത്രീ സുരക്ഷയുടെ മേലുള്ള ചോദ്യം ചെയ്യലായി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിൻ്റെയും അവരുടെ തൊഴിൽ പീഡനത്തിൻ്റെയും അത്തരം സാഹചര്യങ്ങളിലേക്കുള്ള ചോദ്യം ചെയ്യലായി. അതേ തുടർന്ന് ഹേമ കമ്മിറ്റി ഉണ്ടായി, അതേ തുടർന്ന് WCC ഉണ്ടായി. അവൾക്ക് പിന്തുണയുമായിട്ട് WCC മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇന്ന് നമ്മൾക്ക് സിനിമാ സംഘടനയിലെ അതല്ലെങ്കിൽ അമ്മ എന്നുള്ള സംഘടന കാണുന്ന വലിയ വീഴ്ച, വലിയ മാറ്റങ്ങൾ, ഇതിനൊക്കെ തുടക്കം വെച്ചിട്ടുള്ളതും 2017 ഫെബ്രുവരി 17 എന്ന് പറയുന്ന ആ തീയതിയായിരുന്നു. 2017 ഫെബ്രുവരി 17 അത്താണിയിൽ വെച്ചിട്ടാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യം മുതൽ ഇങ്ങോട്ട് ഒപ്പം നിന്നവരെത്രയാണ്, മൊഴി പിന്നീട് മാറ്റി പറഞ്ഞവരെത്രയാണ്, ആരെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ ഒരു വിലയിരുത്തലായിരുന്നു കഴിഞ്ഞ 7 വർഷവും 8 മാസവും കഴിഞ്ഞു പോയത്. ഇതിനിടയിൽ വിവിധ ഹർജികൾ സുപ്രീം കോടതി വരെ ഇടപെടേണ്ടി വന്നിരുന്ന സാഹചര്യങ്ങൾ, ഹൈക്കോടതി തന്നെ നിരവധി ഹർജികൾ പരിശോധിക്കേണ്ടുന്ന സാഹചര്യം, അറ്റൻഡ് ചെയ്യേണ്ടി വന്നിരുന്ന സാഹചര്യം, 1600ഓളം തെളിവുകൾ രേഖകൾ പരിശോധിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട 261 പേരെ വിസ്തരിക്കുന്ന സാഹചര്യമുണ്ടായി. സിനിമാ മേഖലയിലെ തന്നെ പിന്നീട് മൊഴി മാറ്റിയവർ, അതായത് ഈ നടിയോട് ജനപ്രിയ നായകൻ എന്ന ആ സമയം വരെ അറിയപ്പെട്ടിരുന്ന ദിലീപ് എന്ന് പറയുന്ന ആൾക്ക് നടന് വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ അത് പിന്നീട് തിരുത്തുന്നു. ബിന്ദു പണിക്കർ, സിദ്ദീഖ്, ഭാമ, റിമി ടോമി തുടങ്ങിയവരൊക്കെ, ഇടവേള ബാബു തുടങ്ങിയവരൊക്കെ ആ മൊഴി പിന്നീട് ആദ്യഘട്ടത്തിൽ ഈ അബാദ് പ്ലാസയിൽ വെച്ച് നടന്നിട്ടുള്ള അമ്മയുടെ ഒരു റിഹേഴ്സൽ സമയത്ത് ഈ നടിയോട് വൈരാഗ്യം കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരം തെളിവുകളൊക്കെ ശേഖരിക്കുന്ന പോലീസ് അന്വേഷണ സംഘം ശേഖരിക്കുന്ന സമയത്ത് അങ്ങനെ മൊഴി പറഞ്ഞിരുന്നവരൊക്കെ പിന്നീട് കോടതിയിലെത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ പറഞ്ഞ മൊഴിയിൽ നിന്നും മാറ്റമുണ്ടാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒരു സ്ത്രീ സിനിമാ മേഖലയിൽ ഒറ്റപ്പെടുന്നു. അവരെ പിന്തുണയ്ക്കാൻ സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കുന്നു. ആ സ്ത്രീകളെല്ലാം സിനിമാ മേഖലയിൽ നിന്നും ഒറ്റപ്പെടുന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങൾ കടന്നുപോയിട്ടുള്ള ഒരു കേസിന്റെ വിധിയാണ് ഇന്ന്. അവിടെയാണ് ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കണം. ദയവായി തുടരുക. നവമി ദിനേശ് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഞാൻ വരാം. നവമി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കാത്തിരിക്കുകയാണ്, ആ യുവതിക്ക് നീതി ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി മലയാള സിനിമയെ തന്നെ രണ്ടാക്കി മാറ്റിയ കേസ് ഇന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇത്രമാത്രം കോടതി വ്യവഹാരങ്ങൾ നമ്മൾ മാറി കണ്ടു. എന്തൊക്കെ സംഭവ വികാസങ്ങളിലൂടെ ഈ കേസ് കടന്നുപോയി. കൂറാട മാറുന്ന ആളുകളെ നമ്മൾ കണ്ടു. സിനിമാ മേഖലയിൽ തന്നെ രണ്ടായി മാറിയത് കണ്ടു. രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നത് കണ്ടു. അവിടുന്ന് അങ്ങോട്ട് ഒരു വലിയ പെൺകൂട്ടായ്മ, രാജ്യം തന്നെ ഉറ്റുനോക്കിയ തരത്തിലൊരു പെൺകൂട്ടായ്മ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു സിനിമയിൽ. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായി ഈ ഒരൊറ്റ നടിയാക്രമിച്ച കേസ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന സാഹചര്യം. ഇന്നെന്തായാലും ആ 3215 ദിവസത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്നൊന്ന് വിശദമായി അറിയേണ്ടതുണ്ട്. നവമി, ഭവ്യ, ഇന്ന് 11 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കായിരിക്കും കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം അത്രയേറെ പ്രാധാന്യം നേടിയൊരു വാർത്ത തന്നെയാണ് നടിയെ ആക്രമിച്ച കേസ്. ഇതിൽ ഇത്രയേറെ പ്രാധാന്യമുണ്ടാകാൻ കാരണവും
ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കൊട്ടേഷൻ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി കൊട്ടേഷൻ നൽകി എന്നൊരു കേസ്. അതിൽ മലയാളത്തിന്റെ തന്നെ ജനപ്രിയ നായകൻ എന്ന് പറയപ്പെടുന്ന ദിലീപ് അതിന് പിന്നിലുണ്ടെന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് രാജ്യം ഈ വാർത്തയെ ഉറ്റുനോക്കിയതും. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഈ 7 വർഷത്തോളം ഓരോ സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങളും അത്രമാത്രം വാർത്താ പ്രാധാന്യം നേടിയത് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിനും ഇത്രയും പ്രത്യേകതയുള്ളത്. ഇത് നടിയെ സംബന്ധിച്ച്, അതിജീവിതകളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ദിവസമാണ്. അതേസമയം തന്നെ താൻ ഇപ്പോഴും ഈ കേസിൽ ഇരയാക്കപ്പെട്ടു എന്ന വാദത്തിൽ ഉന്നയിച്ച് നിൽക്കുകയാണ് നടൻ ദിലീപും. എന്തായാലും 11 മണിയോടുകൂടി നടി ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി വരും. എന്താണ് ദിലീപ് ഇതിൽ കുറ്റക്കാരനാണോ അല്ലയോ, ആ ഒരു ഉത്തരം മലയാള സിനിമയിലെ തന്നെ, അല്ലെങ്കിൽ ദിലീപിനൊപ്പം നിന്ന ഒരുപാട് ആളുകൾക്ക് തന്നെ നൽകുന്ന ഉത്തരമായിരിക്കും ഇന്നത്തെ ഈ വിധിയോടുകൂടി ഉണ്ടാകുക. 11 മണിക്ക് ഈ വിധി വരുമ്പോൾ അത് ഉറ്റുനോക്കുന്ന നിരവധി പേരുണ്ട്. നാം നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയെ തന്നെ 2 തട്ടിലാക്കിയ, അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോലും നയിച്ച ഒരു സംഭവം തന്നെയായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. നമ്മളിപ്പോഴും ഓർക്കുന്നു, ആ സംഭവം നടന്നതിന് ശേഷം ആദ്യം ഇതൊരു കൊട്ടേഷൻ ആണെന്ന്, അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത്, ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ ആയിരുന്നു. ഈ നടിയെ ആക്രമിച്ച ശേഷം 2017 ഫെബ്രുവരി 17 രാത്രിയാണ് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന നടിയുടെ വാഹനത്തിന് പിന്നാലെ ഒരു വാഹനം ഇടിപ്പിക്കുകയും, ഈ നടിയുടെ വാഹനം ഓടിച്ചിരുന്നത് മാർട്ടിൻ എന്ന ഡ്രൈവർ ആയിരുന്നു. ആ വാഹനത്തിന് പിന്നാലെ മറ്റൊരു വാഹനം ഇടിപ്പിക്കുകയും, ആ വാഹനത്തിൽ നിന്നുള്ള ആളുകൾ നടിയുടെ വാഹനത്തിലേക്ക് കയറുകയും പിന്നീട് നടിയെ ഉൾപ്പെടെയുള്ളവരെ ഈ മറ്റു വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ പൾസർ സുനി എന്ന ഒരാൾ, ആ ഒരു ഗുണ്ടാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. പൾസർ സുനിയും സംഘവുമാണ് ഈ വാഹനത്തിലേക്ക് കയറുന്നത്. ആ വാഹനത്തിലേക്ക് കയറിയതിനു ശേഷം ഉണ്ടാകുന്ന എന്തൊക്കെയാണ് ആ നടിക്കുണ്ടായ ദുരനുഭവങ്ങൾ, അതുമാത്രമല്ല നടിയെ ആക്രമിച്ചതിന് ശേഷം ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ്. ആ പകർത്തി അത് കൊട്ടേഷൻ നൽകിയ ആൾക്ക് ഏൽപ്പിക്കുക എന്നതായിരുന്നു പൾസർ സുനിയുടെ ദൗത്യം. ഇതെല്ലാ സംഭവങ്ങളും നടന്നതിന് ശേഷം നടിയെ അങ്കമാലിയിലുള്ള സംവിധായകനും നടനുമായിട്ടുള്ള ലാലിന്റെ വീട്ടിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. ലാലിന്റെ വീട്ടിലേക്ക് നേരെ ചെല്ലുന്ന നടി ഇക്കാര്യങ്ങളെല്ലാം ലാലിനോട് പറയുന്നു. പിന്നീട് അവിടേക്ക് ആൻഡോ ജോസഫ് എത്തുന്നു. പിന്നീടാണ് PT തോമസ് MLA കൂടി ഈ സംഭവത്തിൽ ഇടപെടുന്നതോടുകൂടിയാണ് ഇതിന്റെ മുഖമാകെ മാറുന്നത്. പരാതി നൽകണമെന്ന PT തോമസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടി പോലീസിന് പരാതി നൽകുകയും പിന്നീട് പിറ്റേ ദിവസം മൊഴി നൽകാൻ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. പോലീസ് ആദ്യം പിടികൂടിയത് ഈ നടിയുടെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിനെ ആയിരുന്നു. മാർട്ടിനെ പിടികൂടി മാർട്ടിനെ വിശദമായി ചോദ്യം ചെയ്തു. മാർട്ടിൻ ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ആദ്യം മുതലുള്ള നിഗമനം. അപ്പോഴും പൾസർ സുനി ഇതിൽ ഒളിവിൽ തന്നെയായിരുന്നു. ഒരാഴ്ചകൾക്ക് ശേഷമാണ് പൾസർ സുനിയും കൂട്ടാളി വിജീഷും ചേർന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ, കീഴടങ്ങാൻ ശ്രമിച്ചത്. വളരെ നാടകീയമായ സംഭവമാണ്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം അത് പകർത്തിയതായിരുന്നു. പൾസർ സുനിയും കൂട്ടാളിയും നേരിട്ട് കോടതിയിലേക്ക് കീഴടങ്ങാൻ എത്തുന്നു. അവിടെ വെച്ച് നാടകീയമായി പോലീസ് പൾസർ സുനി, കൂട്ടാളി വിജേഷിനെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അത് പൾസർ സുനിയുടെ വലിയൊരു നീക്കം തന്നെയായിരുന്നു. കാരണം പോലീസിന് മുന്നിൽ കീഴടങ്ങാതെ നേരെ പോലീസിനെ കണ്ണുവെട്ടിച്ച് കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തായാലും സ്വാഭാവികമായും നേരെ റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത. അത്രയും ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിൽ നിന്നും ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള പൾസർ സുനിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തെ പോലീസ് പൊളിച്ചടക്കുകയായിരുന്നു. പിന്നീട് പൾസർ സുനിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് ഓരോ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. ആദ്യമായി പുറത്തു വരുന്നു ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ താൻ പകർത്തിയിട്ടുണ്ട്, അതിന്റെ മെമ്മറി കാർഡ്, അതിന്റെ ഫോൺ താൻ അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഒരു വാദമായിരുന്നു ആദ്യം പൾസർ സുനിയുടെ പക്കൽ നിന്നും ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. അന്ന് ആ വാഹനത്തിൽ നടിയെ ആക്രമിക്കുമ്പോൾ ആ വാഹനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെ ഓരോന്നോരോന്നായി പിന്നീട് പോലീസ് പിടികൂടുന്നു. ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ 7 പ്രതികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ദിലീപ് എന്ന വ്യക്തിയിലേക്ക് ചൂണ്ടുന്ന തെളിവുകളൊന്നും തന്നെ പോലീസിലേക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ പല മാധ്യമങ്ങളും ഇതിന് പിന്നിൽ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടനുണ്ട് എന്ന പലതരത്തിലുള്ള വാർത്തകളും ഊഹാപോഹങ്ങളും ഒക്കെ പടച്ചുവിടുന്നുണ്ടായിരുന്നു.
അപ്പോഴും പോലീസിന് ദിലീപിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും ലഭിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഈ എറണാകുളം ദർബാർ ഹാളിൽ നടത്തിയ സിനിമാ സംഘടനകളുടെ അമ്മ സംഘടനയുടെ കൂട്ടായ്മ അന്ന് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനം. അതിൽ ആദ്യമായി നടി മഞ്ജു വാര്യർ, ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ പറയുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന്. പിന്നീട് അങ്ങോട്ടേക്ക് പോലീസിന്റെ അന്വേഷണം ഈ മഞ്ജു വാര്യരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയും കൂടിയാണ് പോലീസ് ആ വിധത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പക്ഷേ ദിലീപിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമൊന്നും ആകാത്ത സാഹചര്യത്തിൽ തന്നെയാണ് പൾസർ സുനി എഴുതിയ ഒരു കത്ത് പുറത്തു വരുന്നത്. അത് തന്നെ വലിയൊരു വഴിത്തിരിവാകുന്നു. ആ കത്തിൽ പ്രധാനമായും പറയുന്നത് അത് ദിലീപിനുള്ള കത്താണ്. ഈ കൊട്ടേഷൻ നൽകുന്ന, അതായത് നടിയെ ആക്രമിച്ച് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി നടൻ ദിലീപിൽ നിന്നും ദിലീപ് തനിക്ക് 1 കോടി രൂപയാണ് വാഗ്ദാനം നൽകിയത്. ആ പണം ലഭിക്കാത്തത് കൊണ്ടാണ് താനിപ്പോൾ ഈ കത്തെഴുതുന്നത്. എത്രയും വേഗം ആ പണം തനിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കത്ത് പുറത്തു വരുന്നു. ഇത് ഏറെ വിവാദമാകുകയും ചെയ്തു. പിന്നീട് പൾസർ സുനിയും ദിലീപും തമ്മിൽ എന്താണ് ബന്ധം എന്നതിലേക്കുള്ള അന്വേഷണം പോകുന്നു. അതിനിടയിൽ തന്നെ ദിലീപ് DGPക്ക് ഒരു പരാതി നൽകുന്നു. തന്റെ പേര് അനാവശ്യമായി ഇതിലേക്ക് വലിച്ചെടുക്കുന്നു, പല മാധ്യമങ്ങളും തനിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു എന്ന തരത്തിലൊരു വ്യാജ പരാതി ദിലീപ് DGPക്ക് നൽകുകയും ചെയ്തു. അതൊരു തരത്തിൽ ദിലീപിന്റെ ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോയിരുന്നു. ആ സംഭവ സമയത്ത് തന്നെ പൾസർ സുനിക്ക് ജയിലിൽ ഫോൺ എത്തിച്ചു നൽകുന്നു. ആ ഫോണിൽ നിന്നും ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണിയെയും ദിലീപിന്റെ ഉറ്റ സുഹൃത്തും സംവിധായകനുമായ നാദർഷീനെയും പലതവണ പൾസർ സുനി വിളിച്ചതായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജയിലിലെ ലാൻഡ് ഫോണിലും ഇരുവരും വിളിച്ചതായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു. അതോടൊപ്പം ജോർജ് പൂരം എന്ന നടൻ ദിലീപ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതായിട്ടുള്ള തെളിവുകളും പോലീസിന് കിട്ടുന്നു. ഉടനെ തന്നെ പോലീസ് ആലുവ പോലീസ് ക്ലബിലേക്ക് ദിലീപിനെയും പൾസർ സുനിയെയും അപ്പുണ്ണിയെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ഏകദേശം 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം മൂവരെയും വിട്ടയക്കുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ദിലീപിനെ വീണ്ടും പോലീസ് ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തുന്നു. അത് കൃത്യം പറഞ്ഞാൽ ജൂലൈ 10-ാം തീയതിയാണ് രാത്രിയോടുകൂടി ഗൂഢാലോചന കുറ്റം ചുമത്തി നടൻ ദിലീപിനെ 8ാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ദിലീപ് എന്ന നടന്റെ വലിയൊരു പതനം എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലേക്ക് തന്നെയായിരുന്നു ദിലീപിലേക്ക്. അവിടെയാണ് നവമി, ആ ദിലീപ് എന്ന നടൻ ഈ കേസിൽ കുറ്റക്കാരനാണോ? ഗൂഢാലോചന കുറ്റം തെളിയുമോ? അയാൾക്കെതിരെ സമാനമായ മറ്റു പ്രതികൾക്ക് വിധിക്കുന്ന അതേ ശിക്ഷ ദിലീപിന് ലഭിക്കുമോ എന്നത് തന്നെയാണ് കേരളം ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, ഞാൻ ചോദിച്ച ആ ചോദ്യം തന്നെയാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. ഈ കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയുമോ? അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രതികൾക്ക് 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ നടൻ ദിലീപിന് ലഭിക്കുമോ എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമ്മൾ അതിന് ആ വിധിക്കായി 11 മണി വരെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി 6 വർഷമായി നടക്കുന്ന കോടതി വ്യവഹാരങ്ങളാണ്. ഈ വിചാരണ കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട മൊഴികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നതിൽ കൃത്യമായി അതിജീവിത പറയുന്നുണ്ട്. 2012 മുതൽ തന്നോട് ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു. മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ കാരണം താനാണെന്ന് പലരോടും ദിലീപ് പറഞ്ഞിട്ടുണ്ട് എന്ന് അതിജീവിത പറഞ്ഞത് മാത്രമല്ല, കാവ്യമാധവനുമായി അവിഹിതമായ തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധവും പുറത്തു പറഞ്ഞതിന് കാരണം മഞ്ജു വാര്യർ അറിയാൻ കാരണം അതിജീവിതയാണ് എന്ന തരത്തിലടക്കമുള്ള ഏറ്റവും നിർണായകമായ മൊഴികളടക്കം കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതു തരത്തിൽ ഈ കേസിനെ സ്വാധീനിക്കും? വിധി വരുമ്പോൾ കേരളം കാത്തിരിക്കുന്നത് പോലെ ഗൂഢാലോചന കുറ്റം തെളിയാൻ എത്രമാത്രം സാധ്യതയുണ്ട്? പ്രോസിക്യൂഷന്റെ ഭാഗം എന്തൊക്കെയാണ്? ആജ്ഞ. ഈ കേസുമായി ബന്ധപ്പെട്ട 1 മുതൽ 6 പ്രതികൾക്ക്, അതുപോലെ 8ാം പ്രതി ദിലീപിനും ഈ കേസിൽ കുറ്റം തെളിഞ്ഞാൽ, അതായത് ഈ 1 മുതൽ 6 പ്രതികൾ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതുപോലെ ദിലീപ് ഗൂഢാലോചന കുറ്റവുമാണ് ദിലീപിന് നേരെ ചുമത്തിയിരിക്കുന്നതും. ഇവർക്ക് ജീവപര്യന്തമാണ് കുറ്റം തെളിഞ്ഞാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതികൾക്കൊക്കെ ഈ ശിക്ഷ പരമാവധി ശിക്ഷ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് കേരളത്തിന്റെ ഒട്ടാകെ വിലയിരുത്തലും അങ്ങനെയാണ്, ആഗ്രഹവും അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ തന്നെ ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് അസസ്മെന്റുകൾ
വാർത്തകൾ വരുന്നത്. പക്ഷേ ഭവ്യ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ദിലീപ് എന്ന നടന് എതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളത്. അതേസമയം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന കാലഘട്ടം നമുക്ക് ഓർമ്മയിലുണ്ടാകും. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അതായത് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ആൾ, അമ്മ എന്ന് പറയുന്ന സംഘടനയെ പരിധിയിൽ നിർത്തിയിരുന്ന ആൾ, അങ്ങനത്തെയുള്ള ഒരാളെ അങ്ങനെ ഒരു തെളിവുമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കൃത്യമായ എവിഡൻസോട് കൂടിയാണ് ദിലീപിലേക്ക് പോലീസ് എത്തുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നതും അങ്ങനെ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഈ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഢാലോചന കുറ്റം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് അത്തരത്തിൽ അതിനെ ഇളവ് ലഭിക്കുമോ അതല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടാതെ പോകുമോ എന്ന് പറയുമ്പോഴും നടിയുടെ അഡ്വക്കേറ്റ് ടി ബി മിനി ഇന്നലെ നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന് കേസിൽ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരാളെ പെട്ടെന്ന് അത് ഈ പറഞ്ഞതുപോലെ ദിലീപിന് ഊരിപ്പോരാൻ പഴുതുകളില്ലാത്ത തരത്തിലാണ് അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ തന്നെ ഞെട്ടിച്ചിരുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് എല്ലാവർക്കും ആ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടാകും. അത്തരത്തിൽ തന്നെയായിരുന്നു ദിലീപ് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലുണ്ടായത്. എന്നിട്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന ഗൂഢാലോചന കുറ്റം, അതായത് രണ്ടാമതൊരു കുറ്റപത്രം തയ്യാറാക്കിയാണ് വീണ്ടും ദിലീപിനെ 8ാമത്തെ പ്രതിയായിട്ട് ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ദിലീപ് ഇതിൽ പ്രതിയായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളായിരുന്നു, അതായത് പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവരുടെ ഇൻവോൾവ്മെന്റ് അതിൽ പോലീസിന് വ്യക്തതയുണ്ടായിരുന്നു. തുടർന്നാണ് ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് പൾസർ സുനിയും സംഘവും ഇത്തരത്തിൽ നടിയെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതിന് ശേഷമാണ് ദിലീപിന്റെ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ദിലീപിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷനും ഈ കാര്യം കോടതിയെ വ്യക്തമാക്കാൻ കോടതിയോട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതായത് ഈ നടിയെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പിന്നീടാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് മെമ്മറി കാർഡ് 3 തവണ ടാമ്പർ ചെയ്തു എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 32ഓളം ഡിജിറ്റൽ രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയുണ്ടായിരുന്നത്. ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഉപഹർജിയിൽ ഇപ്പോഴും തീർപ്പാകാതെ അതായത് ഹർജി ഇതുവരെ തീർപ്പാക്കിയിട്ടുമില്ല. അതല്ലെങ്കിൽ ഹർജിയിൽ എന്താണ് അന്തിമ വിധിയെന്നും കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ കേസ് നടക്കുന്നത് നമുക്കറിയാം, അങ്കമാലി അത്താണിയിലാണ് ഈ കേസ് നടക്കുന്നത്. അല്ലെങ്കിൽ നടി ബലാത്സംഗം ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടാവുന്നത് അങ്കമാലിക്കടുത്തുള്ള അത്താണിയിലാണ്. അതുകൊണ്ട് തന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന്റെ കേസ് നടപടികൾ നടന്നിരുന്നത്. അങ്ങനെയാണ് പിന്നീട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ഈ കേസിൽ ആ സമയത്ത് ഇൻവോൾവ് ആകുന്നത് എങ്ങനെയാണ്. അതിനുശേഷമാണ് ഇത് വിചാരണ കോടതിയിലേക്ക് ഈ കേസിൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരുന്ന സാഹചര്യത്തിൽ വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യവും അങ്ങനെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇതിന്റെ വിചാരണ കോടതിയാകുന്നതും. നടി ആവശ്യപ്പെട്ട പ്രകാരം വനിതാ ജഡ്ജി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹർജി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് അന്ന് ജില്ലയിലുണ്ടായിരുന്ന ഏക വനിതാ ജഡ്ജാണ് ജസ്റ്റിസ് ഹണിയം വർഗീസ്. അങ്ങനെയാണ് ഹണിയം വർഗീസ് വിചാരണ കോടതി ജഡ്ജിയായി മാറുന്നത്. അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു. അതിനുശേഷമാണ് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ടുള്ള പ്രശ്നം വരുന്നത്. ലീന റഷീദ്, അതായത് അങ്കമാലി കോടതി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ തന്നെ താജുദ്ദീൻ, അതുപോലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉദ്യോഗസ്ഥൻ മഹേഷ് മോഹൻ തുടങ്ങിയ 3 പേരായിരുന്നു ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട്, അതായത് സഹപ്രവർത്തകർക്ക് അനുകൂലമായിട്ടാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ നടപടികൾ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ് നടി വീണ്ടും ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട അവിടെയാണ് നവമി ദിനേശ് കൂടി തുടരുന്നുണ്ട്. ആജ്ഞ തുടരുക. നവമി, ഇത്തരത്തിൽ ആജ്ഞ പറഞ്ഞതുപോലെ തന്നെ കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടുന്നില്ല എന്ന് അതിജീവിതയ്ക്ക് പറയേണ്ടി വന്ന ഒരു കേസാണിത്. മുഖ്യമന്ത്രിക്ക് പോലും പരാതി നൽകേണ്ടി വന്ന കേസ്, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്ന കേസ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായി പ്രബലരുടെ ഇടപെടൽ ഉണ്ടായ കേസ് എന്ന് തന്നെയല്ലേ ഇത്?
ഭവ്യ, ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും പല പല രീതിയിലേക്ക്, അതായത് ഇതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം 150ഓളം ദിവസമാണ് വിചാരണ നേരിടേണ്ടി വന്നത്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നേരിട്ട പീഡനത്തിൽ അതിൽ ഇത്രയേറെ വിചാരണ നീണ്ടുപോകുന്നത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നടി ഇതിന്റെ സംശയത്തിൽ, അതായത് ഈ ജഡ്ജിക്ക് എതിരായിട്ട് പോലും സംശയം ഉന്നയിച്ചുകൊണ്ട് ആ തരത്തിലേക്ക് പോലും മേൽക്കോടതികളെ, അതിൽ സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നടൻ ദിലീപ്, 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പല തരത്തിലുള്ള ഹർജികളാണ് ഓരോ തവണയും സമർപ്പിച്ചത്. അതിൽ ഇതിന്റെ ആദ്യം തന്നെ ഈ മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ തനിക്ക് കൂടി കാരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 90 ഹർജികളാണ് ഈ നടൻ ദിലീപ് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ തവണയും കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിൽ ഇതിന്റെ രഹസ്യ വിചാരണയാക്കണം, മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ചോർന്നു നൽകുന്നുണ്ട്, അത് എങ്ങനെയും കണ്ടെത്തണം, മാധ്യമങ്ങൾ ഈ വാർത്ത ഇത്രയേറെ ചർച്ചയാക്കരുത്, അങ്ങനെ പല തരത്തിലുള്ള ഹർജികളാണ്, 90ലധികം ഹർജികളാണ് നടൻ ദിലീപ് പോലും ഇതിന്റെ ഓരോ ഘട്ടത്തിലും നൽകിയിരുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്, അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളതാണ്. അത് ജുഡീഷ്യറിയെ പോലും സംശയ നിഴലിലേക്ക് നിർത്തുന്നത്. അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു മെമ്മറി കാർഡിന്റെ അത് 3 തവണയാണ് പല ആളുകളും അതിട്ട് കണ്ടത്. അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അതിജീവിത ഒടുവിൽ രാഷ്ട്രപതിക്ക് പോലും കത്തെഴുതുന്ന സാഹചര്യത്തിലേക്ക്, തന്റെ സ്വകാര്യതയെ അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ട നീതി അത് തന്നിൽ നിന്ന് അകന്നു പോകുന്നു, തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന തരത്തിലേക്ക് പോലും രാഷ്ട്രപതിക്ക് കത്തെഴുതേണ്ട അവസ്ഥയിലേക്ക് പോലും ഒരു അതിജീവിതയെ കൊണ്ടെത്തിച്ച കേസ് കൂടിയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതിൽ നടൻ ദിലീപിന്റെ ജനപ്രീതി, അല്ലെങ്കിൽ നടൻ ദിലീപ് എന്നുള്ളൊരു വ്യക്തിക്ക് ഈ സിനിമാ മേഖലയിലുള്ള സ്വാധീനം എത്രമാത്രമാണ്, അത് പലരെയും സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും പണം വാരി എറിഞ്ഞുകൊണ്ട് തന്നെ ദിലീപ് ഈ കേസിന്റെ ഓരോ ഘട്ടത്തെയും നേരിട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വരെ ഇടപെട്ടാണ് ഈ കേസ് എത്രയും വേഗം ഇതിന്റെ വിധി പറയണമെന്നൊരു നിർദ്ദേശം നൽകിയത്. നവംബർ മാസത്തിൽ തന്നെ ഇതിന്റെ വിധി പറയണമെന്നൊരു നിർദ്ദേശം നൽകുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ എത്രയും വേഗം ഇതിന്റെ വിചാരണ പൂർത്തിയാക്കി ഒടുവിൽ ഇതിന്റെ വിധി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്ക് പോലും എത്തിയത്. അങ്ങനെ ഈ അതിജീവിത കടന്നു വന്ന സാഹചര്യം, അത് നമുക്ക് ഒരു സ്ത്രീ എത്രമാത്രം അവഗണന നേരിടാമോ, എത്രമാത്രം അനീതി നേരിടാമോ, ആ രീതിയിലേക്ക് പോലും ഈ അതിജീവിത കടന്നു വന്നു എന്നുള്ളത് ഈ കേസിൽ നമ്മൾ കൃത്യമായി കണ്ടതാണ്. അത് ഈ പ്രതിസ്ഥാനത്തുള്ള ആളുകളുടെ ശക്തി, അവരുടെ പണം, അത് എത്രമാത്രം ശക്തമുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം എത്രമാത്രമുള്ളതാണെന്ന് പോലും തെളിയിക്കുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു ഈ കേസിന്റെ ഓരോ ഘട്ടവും കടന്നു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ പറയേണ്ടത് ഇത്രയേറെ ഈ കേസ് ചർച്ച ചെയ്യാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് പോലും ഈ പ്രതിസ്ഥാനത്തുള്ള വ്യക്തി, അത് ജനപ്രിയനായിട്ടുള്ള ഒരു നടനാണ്. ദിലീപ് എന്ന് പറയുന്ന നടനെ ഒരു കാലഘട്ടത്തിൽ മലയാളികൾ അത്രയേറെ നെഞ്ചിലേറ്റി നടന്നൊരു നടൻ തന്നെയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാകുന്നു, ഗൂഢാലോചന നടത്തുന്നു, കൊട്ടേഷൻ നൽകുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രേക്ഷകർ ഒന്നടങ്കം ദിലീപിനെതിരെ തിരിയുകയും പിന്നീട് നമുക്ക് കണ്ടതാണ്, ജയിലിൽ നിന്നും തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ, പുറത്തിറക്കുമ്പോൾ ദിലീപ് എന്ന നടനെ കയ്യടിയോടെ സ്വീകരിച്ച ജനങ്ങൾ കൂകി വിളിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അങ്ങനെ വളരെയേറെ കയറ്റിറക്കങ്ങൾ നിറഞ്ഞൊരു കേസ് തന്നെയായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. അതിനപ്പുറത്തേക്ക് നടൻ ദിലീപ് എന്ന വ്യക്തിയുടെ വലിയൊരു പതനം തന്നെയായിരുന്നു ഈ നടിയെ ആക്രമിച്ച കേസ്. തീർച്ചയായും ജനപ്രിയനാണോ അപ്രിയനാണോ എന്നെന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. കേരളം മുഴുവൻ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിധി എന്ത് എന്നറിയാൻ വേണ്ടി. ആ യുവതിക്ക്, ആ പെൺകുട്ടിക്ക് നീതി പുലരണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ആ നീതി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നവമി ദിനേശും ഒപ്പം ആജ്ഞ രവീന്ദ്രനുമാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധി പറയാനിരിക്കെ ഈ കഴിഞ്ഞ 8 വർഷവും നടിക്കൊപ്പം നിന്ന ഒരാളുണ്ട്. നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി. കേസിലെ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാൻ പോകുന്നത്ര തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. നടിയോടൊപ്പം നിന്നതിന് നിരവധി സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നതായും TB മിനി പറയുന്നു.
നടിയെ ആക്രമിച്ച കേസ് 8 വർഷം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിന് നാളെ അന്തിമ വിധിയാവുകയാണ്. ഇതിനിടയിൽ ഒറ്റപ്പെടുത്തലുകൾ ഏറെ, സമൂഹത്തിന്റെ മറ്റു കുറ്റപ്പെടുത്തലുകൾ ഏറെ. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ അവസരവാദ നയങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നടിയോടൊപ്പം നിന്ന ഒരാൾ നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ടി. പി. മിനി നടിയുടെ അഭിഭാഷകയാണ്. മാത്രമല്ല, അവർ തളർന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവർക്കൊപ്പം നിന്ന അനുഭവ പരിജ്ഞാനവും ടി. പി. മിനിക്കുണ്ട്. നമുക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഏകദേശ ധാരണ അഡ്വക്കേറ്റിനുണ്ടാവും. നമുക്ക് അവരോട് തന്നെ കൂടുതൽ ചോദിക്കാം. നമസ്കാരം മാഡം. 10 പ്രതികൾക്കും എങ്ങനെയായിരിക്കും ശിക്ഷ ലഭിക്കുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളൊരു പ്രോസിക്യൂഷൻ്റെ ഒരു ഇതനുസരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഞങ്ങൾ കൊടുത്ത എല്ലാ എവിഡൻസും അതേപോലെ തന്നെ കോടതി എടുക്കണം എന്നില്ല. കോടതികൾക്ക് കോടതികളുടെ വ്യൂ ഉണ്ടാവും. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഞങ്ങൾ ഒരു കോൺസ്പിറസി മറ്റുള്ള കമ്മിറ്റൽ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്തതാണ് പ്രതികളെ. കോൺസ്പിറസി മാത്രമല്ലേ തർക്കത്തിലുള്ളൂ. കോൺസ്പിറസിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം കോൺസ്പിറസിയിൽ ഡയറക്റ്റ് എവിഡൻസ് വളരെ അപൂർവമായിരിക്കും. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് തന്നെ ധാരാളമാണ് അത്തരം 120B തെളിയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഞങ്ങൾ ആർഗ്യുമെന്റ് നോട്ട് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. തെളിവുകളെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കോടതിനെ അസിസ്റ്റ് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്ക് വിശ്വാസമുണ്ട് ഈ പ്രതികളെല്ലാവരും ഈ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കാതിരിക്കുന്നെങ്കിൽ അത് ജുഡീഷ്യറിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ 8ാം പ്രതി പിന്നീട് 2ാം ഘട്ടത്തിലാണല്ലോ 8ാം പ്രതി വരുന്ന ഒരു സാഹചര്യവും 8ാം പ്രതി അറസ്റ്റിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരാളെ, ദിലീപിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നൊരു വിശ്വാസം കേരളീയ സമൂഹത്തിനുണ്ടല്ലോ. എന്തായാലും മാഡം പറഞ്ഞതുപോലെ തന്നെ കോൺസ്പിറസി എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അങ്ങനെ ഒരു തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ ഇതൊരിക്കലും പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ മാത്രം കണ്ടുപിടിച്ചൊരു കാര്യമല്ല. പ്രകൃതി ഇതിൽ പല തെളിവുകളും കൊണ്ടുകൊടുക്കുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു കേസ് ആണിത്. കാരണം ഇതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും കൊടുക്കാനൊന്നും ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇത് ഞാൻ വെച്ചാൽ ഇതിന്റെ നമ്മൾ ചില ആളുകളുടെ ഫേസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മനസ്സിലായി? അപ്പം നിങ്ങൾ ത്രൂ ഔട്ട് ഈ 8ാം പ്രതിയുടെ ഒരു ഫേസിലുണ്ടായിരിക്കുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയാളുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ, ഫേസിൽ നമ്മൾ അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അയാൾക്ക് മറച്ചു വയ്ക്കാനേ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീക്ഷിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നടി ആക്രമിച്ച കേസിൽ നിർണായകമായ വിധി ഇന്ന് വരാനിരിക്കെ അതിജീവിതയ്ക്ക് വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച WCC. ഇരയാക്കപ്പെടലിൽ നിന്ന് അതിജീവിതയിലേക്കുള്ള ദൂരം അത്ര എളുപ്പമായിരുന്നില്ലെന്നും നീതിക്കായി കാത്തിരുന്നത് 3215 ദിവസമെന്നും WCC. അവൾക്കൊപ്പമെന്ന ഹാഷ്ടാഗിനൊപ്പമാണ് വനിതാ സംഘടനയുടെ ഈ കുറിപ്പ്. ഇടവേള. ഇനി നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ആദ്യഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നിന്ന് നിശബ്ദ പ്രചാരണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ പോളിംഗ് ബൂത്തിലേക്കെത്തും. റോഡ് ഷോകളും ശക്തി പ്രകടനങ്ങളുമായി മുന്നണികൾ ഇന്നലെ കലാശക്കൊട്ട് വർണ്ണാഭമാക്കി. ചിലയിടങ്ങളിൽ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയത് സംഘർഷ സാഹചര്യത്തിലേക്ക് പോലും നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ ലൈംഗികാരോപണ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും.
തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. അതേസമയം പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി ഇരയായ 23-കാരി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതേസമയം ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ വാദം. വിമാന സർവീസുകൾ താറുമാറായതിൽ വിശദീകരണം നൽകുന്നതിന് ഇൻഡിഗോയ്ക്ക് സമയം നീട്ടി നൽകി DGCA. 24 മണിക്കൂർ കൂടി കമ്പനിക്ക് അനുവദിച്ചു. റദ്ദാക്കിയ വിമാനങ്ങൾക്കായി ഇൻഡിഗോ ഇതുവരെ 610 കോടി രൂപയുടെ റീഫണ്ട് യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. സർവീസുകൾ സാധാരണ നിലയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നേരിയ തോതിൽ ഫലം കണ്ടു തുടങ്ങി. ഇന്നലെ 1650 സർവീസുകൾ നടന്നു. എയർപോർട്ടിൽ കുടുങ്ങിയ 3000 ലാഗേജുകൾ യാത്രക്കാർക്ക് തിരികെ നൽകാൻ കഴിഞ്ഞെന്നും ഇൻഡിഗോ പറയും. അഭിലാഷ് രാധാകൃഷ്ണനിലേക്ക് വിവരങ്ങളിലേക്കായി നമുക്ക് എത്താം. എന്തായാലും ഇൻഡിഗോയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇന്നലെ 1600-ലധികം സർവീസുകളാണ് ആരംഭിച്ചത്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങിയോ? എന്തായാലും സർവീസുകൾ അധികമായി തുടങ്ങിയല്ലേ? ഇപ്പോൾ ക്യാൻസൽ ചെയ്ത പല സർവീസുകളും പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ദിവസം തന്നെ 2200ഓളം സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോയ്ക്കാണ് കഴിഞ്ഞ 5-ാം തീയതി മുതൽ നിരവധി, അതായത് പകുതിയോളം സർവീസുകൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ പതിയെ അത് വീണ്ടും അവർ എല്ലാ സർവീസുകളും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 1650ഓളം സർവീസുകൾ നടത്താനായിട്ട് ഇൻഡിഗോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് അത് എണ്ണം കൂട്ടി ഏതാണ്ട് 2000 ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇൻഡിഗോയുടെ പ്രതീക്ഷ. കാരണം ഇന്ന് ചില സർവീസുകൾ ഡിലേ ആവാൻ താമസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഒന്നും റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഈ പൈലറ്റുമാർക്ക് അല്ലെങ്കിൽ അവരുടെ ക്രൂവിന് അധിക സമയം വിശ്രമം അനുവദിച്ച നടപടി താൽക്കാലികമായി മരവിപ്പിച്ച ഒരു നീക്കം DGCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി തന്നെ ഇൻഡിഗോയ്ക്ക് വീണ്ടും അവരുടെ സർവീസുകൾ പഴയപടി കൊണ്ടുവരാനുള്ള ഒരു സഹായം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ, ഇന്നടക്കമുള്ള വരുന്ന ദിവസങ്ങളിൽ വീണ്ടും പഴയതുപോലെ അവരുടെ സർവീസുകൾ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു. എന്നാൽ ഇതിലിപ്പോഴും ഇൻഡിഗോയ്ക്ക് വലിയ രീതിയിലുള്ള ഇൻഡിഗോയ്ക്കെതിരെ വലിയ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം DGCA മാസങ്ങൾക്ക് മുമ്പ് ഏവിയേഷൻ അതോറിറ്റി അടക്കം മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഈ ഒരു ടൈം സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു മുന്നൊരുക്കം ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആ മുന്നൊരുക്കം ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇൻഡിഗോയെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 4-അംഗ സമിതി ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമിതിയുടെ അന്വേഷണം ഇൻഡിഗോയ്ക്ക് അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. മാത്രമല്ല ഒരു വലിയൊരു കാരണം കാണിക്കൽ നോട്ടീസ് കൂടി DGCA ഇൻഡിഗോയ്ക്ക് നൽകിയിരുന്നു. അതിൽ വിശദീകരണം നൽകാനായിട്ടുള്ള സമയം നീട്ടി നൽകണമെന്നൊരു ആവശ്യം കൂടി ഇൻഡിഗോ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അത് DGCA അംഗീകരിച്ചു. 24 മണിക്കൂർ കൂടി കാരണം കാണിക്കൽ നോട്ടീസിന് വിശദീകരണം നൽകാനായിട്ട് DGCA കൂടുതൽ അനുവദിച്ചു കഴിഞ്ഞു. അതായത് നാളെ തന്നെ ഇൻഡിഗോ കാരണം കാണിക്കൽ നോട്ടീസ് അതിന് മറുപടി നൽകേണ്ടി വരും. മാത്രമല്ല ഈ ക്യാൻസൽ ചെയ്ത എല്ലാ വിമാനങ്ങളുടെയും ടിക്കറ്റ് എടുത്ത യാത്രികർക്ക് അവരുടെ പണം ഇപ്പോൾ പൂർണ്ണമായും തിരികെ നൽകണമെന്നുള്ളൊരു ആവശ്യം കൂടി DGCA മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൽ 610 കോടി രൂപ തിരികെ ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻഡിഗോയുടെ വിശദീകരണം. എന്നാൽ ഇനി എത്രത്തോളം തുകയാണ് നൽകാനുള്ളതെന്നുള്ള കാര്യത്തിൽ ഇൻഡിഗോ ഒന്നും പറഞ്ഞിട്ടില്ല. അതും ഉടനെ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഈ സമയങ്ങളിൽ ഈ വലിയൊരു പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാരുടെ ലഗേജുകൾ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലതും മിസ്സായ ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം എത്രയും വേഗം തിരികെ എത്തിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി DGCA ഇൻഡിഗോയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അതിപ്പോൾ 3000-ഓളം ലഗേജുകൾ കൃത്യമായ രീതിയിൽ തിരികെ യാത്രികർക്ക് നൽകി എന്നുള്ളതാണ് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ ഇനിയും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് ഇതുപോലെ അവരുടെ ലഗേജുകളടക്കം എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ഒരു പ്രതിസന്ധി ഇൻഡിഗോയെ സംബന്ധിച്ച്, രാജ്യത്തെ ഏറ്റവും വലിയ വിമാന സർവീസ് നടത്തുന്ന കമ്പനിയായിട്ടുള്ള ഇൻഡിഗോയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ഭാവി, ഇൻഡിഗോ എയർലൈൻസിന്റെ ഭാവി തന്നെ ഒരു പക്ഷേ ചോദ്യചിഹ്നത്തിലാകുന്ന ഒരു സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. 2200ഓളം ഫ്ലൈറ്റുകൾ
ദിവസേന സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോയ്ക്ക് 1000-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. യാത്രികർക്കെല്ലാം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും തിരക്കും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല മറ്റ് വിമാന കമ്പനികൾ അവരുടെ രാജ്യത്തിനകത്തുള്ള അന്തർ സംസ്ഥാന യാത്രയ്ക്ക് പോലും അന്താരാഷ്ട്ര വിമാനത്തിന്റെ ചാർജിനേക്കാൾ ഉപരി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യത്തിലേക്ക് വരെ കാര്യം പോയിരുന്നു. അത്രത്തോളം ടിക്കറ്റ് നിരക്ക് ഉയർന്നിരുന്നു. അതിനെല്ലാം കാരണമായത് ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു വീഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായത്? DGCAയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് എന്തുകൊണ്ട് ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞില്ല? അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത് വരുത്തിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ അമേരിക്കയുടെ പുതിയ ദേശീയ സുരക്ഷാ നയത്തെ പിന്തുണച്ച് റഷ്യ രംഗത്ത്. US-ന്റെ നിലപാട് റഷ്യയുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് പോകുന്നതാണെന്ന് ക്രെംലിന്റെ വിലയിരുത്തൽ. യൂറോപ്യൻ രാജ്യങ്ങളുടെ നയങ്ങൾക്കെതിരെ കനത്ത വിമർശനങ്ങളാണ് അമേരിക്കൻ സുരക്ഷാ നയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിനിടെ യുദ്ധത്തിൽ യുക്രൈന് നൽകുന്ന പിന്തുണ അമേരിക്ക അവസാനിപ്പിച്ചേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ അറിയിച്ചു. യുക്രൈനിൽ നടക്കുന്നത് വലിയ അഴിമതിയെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ സെലൻസ്കി വിജയിക്കാൻ വഴിയില്ലെന്നും ട്രംപിന്റെ മൂത്ത മകന്റെ പരാമർശം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതാ റഷ്യ അമേരിക്കയെ പിന്തുണച്ച് വരുന്ന ഒരു സാഹചര്യം. അതേ സമയത്ത് തന്നെ ട്രംപിന്റെ മൂത്ത മകന്റെ പരാമർശം വരുന്നു. ഇത്തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനെങ്കിൽ യുക്രൈനൊപ്പം അമേരിക്ക നിൽക്കാൻ സാധ്യതയില്ല എന്ന് എന്ത് മനസ്സിലാക്കണം? ഭവ്യ, ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊരു സമാധാന കരാർ അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നു. ആ കരാർ മുന്നോട്ട് വരുന്ന സമയം തന്നെ യുക്രൈനും അമേരിക്കയും തമ്മിൽ ആ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സമാധാന കരാറിൽ 28 പോയിന്റുകളുണ്ട്. 28-ൽ ഭൂരിഭാഗവും റഷ്യയെ പിന്തുണയ്ക്കുന്നതായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ യുക്രൈനിൽ നിന്ന് ഈ സമാധാന കരാറിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഇതിൽ അമേരിക്കയോട് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അത് പരോക്ഷമായെങ്കിലും അവർ പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയുമായി അടുത്തു നിൽക്കുന്ന മറ്റൊരു നിലപാട് കൂടി, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടിനെ റഷ്യ പിന്തുണച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ നയങ്ങൾ, അവരുടെ സാംസ്കാരികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം നശിച്ചു പോകുന്നു. അവരുടെ എല്ലാ തരത്തിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടുകൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചേർന്നതല്ല തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങളാണ് അമേരിക്കയുടെ പുതിയ പ്രതിരോധ നയത്തിൽ, അവരുടെ സുരക്ഷാ നയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് റഷ്യയുടെ കാഴ്ചപ്പാടുകളോടുമായി ചേർന്ന് പോകുന്ന നിലപാടുകളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് സ്വാഗതാർഹമാണെന്നുള്ള കാര്യം കൂടി റഷ്യ മുന്നോട്ട് വയ്ക്കുന്നു. ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അമേരിക്കയും റഷ്യയുമായിട്ടുള്ള ചില സൗഹൃദപരമായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ ചില പരാമർശങ്ങളടക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ്. മാത്രമല്ല അമേരിക്ക റഷ്യയിലേക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് റെയർ എർത്ത് എലമെന്റ്സിന്റെ, ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നുള്ള അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യമാണ് റെയർ എർത്ത് എലമെന്റ്സ്. അത് റഷ്യക്ക് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് അവിടെ എക്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുമ്പോഴാണ് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എതിരായിട്ടും അതുപോലെ യുക്രൈനെതിരായിട്ടുമുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അയാളുടെ തരത്തിൽ ഒരു വിശദീകരണം വരുന്നത്. അതായത് യുക്രൈനിൽ വലിയ അഴിമതി നടത്തുന്നു, വ്ളാഡിമിർ സെലൻസ്കി അവിടെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് യുക്രൈൻ ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ ഭാഗത്തു നിന്നിരിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കയുടെ സമാധാന കരാർ ചർച്ച ചെയ്യാനായി ഇന്ന് ഡൗണിംഗ് സ്ട്രീറ്റിൽ, ലണ്ടനിലെ ഡൗണിംഗ് സ്ട്രീറ്റിൽ കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അതുപോലെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും അടക്കമുള്ള ആളുകൾ ഇന്ന് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിലായിരിക്കും പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതായത് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച 28 പോയിന്റുകൾ ചർച്ച ചെയ്യുക. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു തീരുമാനം യുക്രൈൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത
സ്ഥലങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് തർക്കം തുടരുന്നത്. അക്കാര്യത്തിലാണ് യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും ഒരു തർക്കം നിലനിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരിക്കും. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 2000 രൂപയുടെ തർക്കത്തിന്റെ പേരിൽ കുടിവെള്ളത്തിൽ ഗ്രീസ് കലക്കിയതായി പരാതി. കോഴിക്കോട് കാരശ്ശേരി സ്വദേശി ബിയാസ് എന്നയാളുടെ കുഴൽക്കിണറിലാണ് ഗ്രീസ് ഒഴിച്ചത്. കുഴൽക്കിണർ കുഴിക്കുന്ന ആളുകളാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിൽ KM ബോർവെൽ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. കാരശ്ശേരി നെല്ലിക്കാപ്പറമ്പ് സ്വദേശി ബിയാസിന്റെ വീട്ടിൽ കുഴൽക്കിണർ കുഴിക്കുന്നതിന് KM ബോർവെൽ എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അടിക്ക് 100 രൂപ നിരക്കിൽ 190 അടിക്ക് 19,000 രൂപ നൽകുകയും ചെയ്തു. പിന്നീട് മുക്കത്ത് 3,300 രൂപയ്ക്ക് കിട്ടുന്ന കിണറിലെ പൈപ്പിന് 9,000 ആവശ്യപ്പെട്ടതോടെയാണ് വീട്ടുടമയും തൊഴിലാളികളും തമ്മിൽ തർക്കമായത്. ഒടുവിൽ 2 പൈപ്പിന് 8,000 രൂപ നൽകി ബാക്കി തുക പിന്നെ തരാമെന്ന സമവായത്തിൽ പ്രശ്നം ഒതുങ്ങി. പിറ്റേ ദിവസം വെള്ളം എത്രയുണ്ട് എന്ന് നോക്കിയപ്പോഴാണ് ഗ്രീസ് കണ്ടെത്തിയത്. പിന്നീട് മറ്റു കുഴൽക്കിണർ കുഴിക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ബിയാസ് മനസ്സിലാക്കുന്നത്. അവര് നമ്മളൊരു കിണർ ഉപയോഗശൂന്യമാക്കി അതിനുള്ള എല്ലാ നിയമപരമായിട്ട് എന്തൊക്കെയുണ്ടോ അവരെ കേസ് തന്നെ അവരെത്രയും ലക്ഷങ്ങളെ വണ്ടി തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും. അവർ നഷ്ടപരിഹാരം തരാന്നൊക്കെ അവർ പറഞ്ഞു. എന്താ വണ്ടി ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് പൈസ വേണ്ട. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാളുകൊണ്ട് ഒരു കുടിവെള്ളം മുട്ടിച്ച് അവർ ആരോട് ചെയ്യും? ഇതിനു മുന്നേ അവർ ചെയ്തോന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവരെ ഈ ടീമിനെ കാണുമ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ ഇതിനു മുന്നേ ഇതേമാതിരി വെള്ളം മണോ അല്ലെങ്കിൽ ഗ്രീസോ ചുവക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവർക്ക് ഇതൊരു ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഇവർക്ക്. അത്തരക്കാരൊരിക്കലും പ്രത്യേകിച്ച് കുടിവെള്ളത്തിന്റെ വിഷയം നമുക്ക് അത് കേസാക്കി തന്നെ വേണമെന്നാണ് 100% കേസിന്റെ ബാക്കിൽ SI അതിന് പൂർണ്ണ പിന്തുണയാണ്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട പോലീസ് തൊഴിലാളികൾക്കെതിരെ കേസെടുത്തു. കുഴൽക്കിണർ കുഴിക്കാൻ കൊണ്ടുപോകുന്ന വാഹനത്തിന് കൃത്യമായ രേഖകളില്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. നമ്മളിനി നേരെ ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ നൽകും. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നല്ല തിരക്കാണല്ലേ? ഭവ്യ, കഴിഞ്ഞ ദിവസം തിരക്ക് കുറവാണെന്നെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് തിരക്കിൽ നേരിയ വർധനമുണ്ട്. രാവിലെ തന്നെ നല്ല തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ക്യൂ കോംപ്ലക്സിലടക്കം ഭക്തരുടെ നീണ്ട നിരയാണ്. കഴിഞ്ഞ ദിവസം ഈ സമയത്തൊക്കെ വലിയൊരു തിരക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. അവധി ദിവസമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തിരക്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് വലിയൊരു തിരക്ക് അതിലധികം ഇന്നലെ പ്രതീക്ഷിച്ചതിലധികം തിരക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. எங்கேயுண்டு திறக்கு சாமி தமிழ் எப்படி இருக்கு கியூ எப்படி இருக்கு? பரவாயில்ல சாமி, ஓரளவுக்கு க்ரௌடு வந்து கம்மியாக தான் இருக்கு. ஒன்றும் ப்ராப்ளம் இல்லை. சாமிங்களுக்கு கொஞ்சம் நல்லா இருக்கு, ஒன்றும் ப்ராப்ளம் இல்லை சாமி. குழந்தைங்களுக்கு நல்லா ஸ்பெஷலாக நல்லா அட்வான்டேஜ் எடுத்து குழந்தைங்களுக்கு ஸ்பெஷல் கியூ கொடுத்து விடுறாங்க. ரொம்ப சந்தோஷம் சாமி. കുഴപ്പമില്ല. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ താഴെ ഞങ്ങളൊരു 5:45 റെസ്റ്റ് കയറിയ. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം കൂടുതലും അന്യസംസ്ഥാനത്തു നിന്നുള്ളവരായിരുന്നു. ഇന്നും മലയാളികൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമൊക്കെ ബന്ധപ്പെട്ട് മലയാളികൾ ശബരിമലയിലേക്ക് എത്തുന്നതിൽ ഗണ്യമായൊരു കുറവുണ്ട്. തമിഴ്നാട്, കർണാടക ഭാഗത്തു നിന്നുള്ള കൂടുതൽ ഭക്തരാണ് ശബരിമലയിലേക്ക് ഇന്നലെ അടക്കം കൂടുതലായിട്ട് എത്തിയിരുന്നത്. ഇന്നും അത്തരത്തിലാണ്. പക്ഷേ തിരക്ക് ഗണ്യമായി കൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ചെറിയൊരു അപകടം ഈ ഒരു ശബരിമല ഭക്തർ സഞ്ചരിച്ചിട്ട് ട്രാവലർ മറിഞ്ഞുകൊണ്ട് ചെറിയൊരു അപകടമുണ്ടായിരുന്നു പുലർച്ചെ 1:30 കൂടി. അത് പക്ഷേ ഭക്തർക്ക് കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് വലിയൊരു തിരക്കാണ്. ഈ ഒരു ക്യൂ കോംപ്ലക്സും പിന്നീട് നടപ്പന്തലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മിനിറ്റിൽ 80ഓളം ഭക്തരെയാണ് ഇപ്പോൾ ശബരിമലയുടെ 18ാം പടി കയറാൻ ഈ ഒരു പോലീസ് ശ്രമിക്കുന്നത്. പരമാവധി ഭക്തരെ 18ാം പടിയിൽ വളരെ പെട്ടെന്ന് തന്നെ 18ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിക്കുക. ഈ ഒരു ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ്, അതായത് നടപ്പന്തലിലായിക്കോട്ടെ ക്യൂ കോംപ്ലക്സിലായിക്കോട്ടെ ഒരു ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഗ്യാപ്പ്, അതായത്
വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ശബരിമല 18ാം പടി കയറുകയും ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങാനുള്ള സൗകര്യം സേനാ വിഭാഗങ്ങളും ഒപ്പം തന്നെ പോലീസും അടക്കമുള്ള വിവിധ സേനാ വിഭാഗങ്ങളും ജീവനക്കാരും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. തിരക്ക് എന്നൊരു പ്രശ്നം ഒഴികെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലോ ഇന്നോ പരാതിപ്പെട്ടിട്ടില്ല. സുഗമമായി വന്ന് തൊഴുത് മടങ്ങാൻ കഴിയുന്നുണ്ട്. ഇന്നും ഈ ഒരു തൊഴുത് കഴിഞ്ഞ ഭക്തർ ശബരിമല സന്നിധാനത്ത് അധിക സമയം തുടരാതെ നെയ്യഭിഷേകവും മറ്റും പെട്ടെന്ന് പൂർത്തിയാക്കി ശബരിമലയിൽ നിന്നും മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തിൻ്റെ പരിസരത്തും വലിയൊരു തിരക്ക് അല്ലാതെ, അതായത് തൊഴാൻ കാത്തു നിൽക്കുന്നവരെ ഒഴികെയുള്ള ഭക്തരുടെ ഒരു തിരക്ക് കുറവുണ്ട്. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തർക്ക് സുഗമമായി വന്ന് തൊഴുത് വഴിപാടുകളും നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള എല്ലാ വഴിപാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും മടങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. പോലീസിന്റെ, അതായത് ഓരോ 15 മിനിറ്റും രീതിയിൽ 18ാം പടിയിൽ നിന്നും പോലീസുകാർ മാറിക്കൊണ്ട് പുതിയ ബാച്ചുകൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഭക്തരെ എത്രയും പെട്ടെന്ന് പടി ചവിട്ടാനും ഒപ്പം തന്നെ ദർശനം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ തിരക്ക് കുറവായിരുന്നു. അതിന് മുൻപത്തെ ദിവസം 1 ലക്ഷത്തോളം ഭക്തർ 18ാം പടി ചവിട്ടുകയും ദർശന പുണ്യം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നും ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു പല ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് 18ാം പടിയുടെ മുൻവശത്ത് തന്നെ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് പടി കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. എന്നിട്ടും തിരക്ക് തുടരുകയാണ്. ശരി, സാരംഗ സന്നിധാനത്ത് ഇപ്പോഴും വലിയ തിരക്ക് തുടരുകയാണ്. നമ്മളിനി പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രിയപ്പെട്ട വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ്. വലിയവേളി സ്വദേശി ആൽവിനോയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ജിഷ്ണയാണ്. അപ്പോൾ ആൽവിനോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വട്ടിയൂർക്കാവ് മേലത്ത് മേഖലാ സ്വദേശി ബിജുവിന് ജന്മദിനാശംസകൾ നേരുകയാണ് ഭാര്യ ചിത്ര. മക്കളായ അദ്രജയും ബിജുവും ദക്ഷ ബിജുവും. ഇവർ മാത്രമല്ല, എല്ലാ കുടുംബാംഗങ്ങളും ബിജുവിന് ആശംസകൾ നേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെയും പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ബിജു. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.